നമസ്കാരം. സുഭാഷിതം. ഉത്സവേ വ്യസനേ ചൈവ ദുർഭിക്ഷേ ശത്രുവിഗ്രഹേ രാജദ്വാരേ ശ്മശാനേ ച യസ്തിഷ്ഠതി സ ബാന്ധവഃ. ആഹ്ലാദത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ശത്രുപീഡയിലും രാജഗൃഹമോ ശ്മശാനം തന്നെയോ ആകട്ടെ, എവിടെയും കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ബന്ധു. അപ്പൊ ആരാണ് നമ്മുടെ ബന്ധു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സന്തോഷം അതിലുണ്ടാവണം കൂടെ, നമ്മുടെ ദുഃഖം അതിലും കൂടെ ഉണ്ടാവണം, നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവണം, അവിടെയും നമ്മളോടൊപ്പം ഉണ്ടാകും. ശത്രുപീഡ, നമ്മുടെ ശത്രുക്കളെ നമ്മളെ എന്തെങ്കിലും ആക്രമണം നമുക്ക് വന്നാൽ, നമുക്ക് ശത്രുക്കൾ ഉണ്ടായാൽ ആ ശത്രുവിൻ്റെ പീഡനങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാള് തന്നെയുമല്ല. രാജഗൃഹമോ, ഇപ്പൊ രാജാവിൻ്റെ അവിടെയാ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അത് രാജാവിൻ്റെ വീട്ടിലാണെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കണം. പിന്നെയോ ശ്മശാനം, മരണത്തിലും കൂടെ നിൽക്കണമെന്നല്ല പറഞ്ഞത്, ശ്മശാന ശ്മശാന ഉള്ളതുപോലെ, അതായത് മരണത്തിൽ പോലും കൂടെ മരിക്കണം എന്നുള്ള അർത്ഥമല്ല പറയുന്നത്, മരണത്തിന് പോലും നമ്മുടെ കൂടെ അവസാന നിമിഷം എന്നുള്ള അർത്ഥമാണ്. ആ ശ്മശാനത്തിലും എന്ന് പറയുമ്പോൾ ശ്മശാനത്തിൽ എവിടെയാണ്, അത് അവസാന നിമിഷം. ആ സമയത്തും നമ്മുടെ കൂടെ നമുക്ക് വേണ്ട സഹായങ്ങൾ ഒക്കെ തരാൻ മനസ്സുള്ള ഒരാളാണ് യഥാർത്ഥ ബന്ധു. അല്ല നമ്മുടെ കൂടെ മരിക്കണം എന്നല്ല അർത്ഥം. അപ്പം ഉത്സാഹത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും രാജാവിൻ്റെ ഗൃഹത്തിലും ശത്രുപീഡയിലും പിന്നെ നമ്മുടെ അവസാന അന്ത്യകർമ്മങ്ങളിൽ പോലും കൂടെ നിൽക്കുന്ന ഒരാളാണ് യഥാർത്ഥ ബന്ധു എന്നിവിടെ സുഭാഷിതം ഇവിടെ പറയുകയാണ്.